ഹലോ, നമുക്കിന്നൊരു അടിപൊളി ബീഫ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായി ആദ്യം വേണ്ടത് നമ്മൾ ഒരു ചട്ടി വയ്ക്കുക. അത് ചൂടാവുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടാവുമ്പോൾ അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക അത് മൂന്നും കൂടെ ഇടുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ഇടുക. ഇത് നമ്മൾ വിറകടുപ്പിലും മൺചട്ടിയിലും ആയിട്ട് വെക്കുമ്പോഴാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് വലിയുള്ളി ഇടുക. ഇത് നമ്മൾ നന്നായി ഇളക്കി നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഏകദേശം ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് അതിലോട്ട് കല്ലുപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടെ ഇത് അടിപിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഉള്ളി ഈ പരുവാകുമ്പോൾ നമുക്ക് അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതും നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി ഈ പരുവാകുമ്പോൾ അതിലോട്ട് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി പൊടികൾ ഐറ്റംസ്: മുളക് പൊടി, ഗരം മസാല എന്നിവയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരം ഇളക്കി പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മൾ മുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച ബീഫ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ഈ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി മറിക്കുക. അങ്ങനെ അങ്ങോട്ട് വെട്ടിത്തിളയ്ക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലോട്ട് മല്ലിയിലയും കൂടെ ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ബീഫ് റെഡി. അപ്പോൾ നമുക്ക് ബീഫ് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കാം. സൂപ്പർ, വാവ് ആയിട്ടുണ്ട്.